പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. ആത്മമന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 2 ശൗമേൽ 22 40 വാക്യം. യുദ്ധത്തിനായി നീ എൻ്റെ അരയ്ക്ക് ശക്തി കിട്ടിയിരിക്കുന്നു, എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതും നമുക്കറിയാം. ദാവീദിൻ്റെ ഒരു സ്തോത്ര സങ്കീർത്തനമാണ്. യുദ്ധത്തിനായി നീ എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. അപ്പോൾ യുദ്ധത്തിന് വേണ്ടി ദൈവം എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു, എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തിക്താനുഭവങ്ങൾ, വേദനകൾ, കുടുംബത്തിൽ നിന്ന്, പുറത്തുനിന്ന്, അകത്ത് എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ താൻ ദൈവത്തിന് നന്ദി പറയുന്നൊരു ഭാഗമാണ്, യുദ്ധത്തിനായി നീ എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കും. അപ്പോൾ ചില ഇടങ്ങളിലൊക്കെ നമ്മൾക്ക് വേദനകൾ ഉണ്ടാകുമ്പോഴും, ഭാരം വരുമ്പോഴും, നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ വരും, ചിലപ്പോൾ നമ്മൾക്ക് ഒറ്റപ്പെടലുകൾ വരുമ്പോഴും ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് യുദ്ധത്തിനായി നമ്മെ ശക്തീകരിക്കുക. എത്ര പേർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്? കർത്താവ് എന്നെ ചില യുദ്ധത്തിന് വേണ്ടി ശക്തീകരിക്കുക എന്ന് പറഞ്ഞാൽ, യുദ്ധത്തിൽ നിർത്തുന്നത് എല്ലാവരും യുദ്ധത്തിൽ നിർത്തത്തില്ല. നമുക്കറിയാം, ഒരു യുദ്ധമുന്നണി നിർത്തുന്നത് എന്താണ്? അതിന് അഭ്യാസം തികഞ്ഞവരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രമേ യുദ്ധമുഖത്ത് നിർത്താറുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചില ആത്മീയ പോരാട്ടങ്ങളിലൊക്കെ മുൻപിൽ കുഞ്ഞെ ദൈവദാസനെ, അഭിഷിക്തനെ നിങ്ങളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കർത്താവ് അണിയിച്ചൊരുക്കി അങ്ങനെ നിർത്തിയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറ. കാരണം യുദ്ധത്തിന് വേണ്ടി എല്ലാവരും തിരഞ്ഞെടുക്കുന്നില്ല. എന്നെ എൻ്റെ ദൈവം യുദ്ധത്തിനായി അണിനിരത്തിയിരിക്കുന്നു, എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. ആമേൻ. ആ വിശ്വാസമുള്ള ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്ത് അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുക. ഒരു പടച്ചട്ട അണിയുന്നത് പോലെ, അരക്കച്ച അണിയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവം നിങ്ങളെ എന്നെ മൂടിയിരിക്കുക. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിനകത്ത് ആത്മീയ പോരാട്ടങ്ങളുടെ നടുവിൽ നിൽക്കുന്ന, ദുഷ്ടനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞെ, പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾക്ക് ആ വിഷയത്തിൽ വിജയമുണ്ട്, നിങ്ങൾക്ക് ആ വിഷയത്തിൽ ജയമുണ്ട്, നിങ്ങൾക്ക് ആ വിഷയത്തിൽ വിജയമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അതിനായി നിങ്ങളുടെ അരയ്ക്ക് എന്ത് ചെയ്യുന്നു? ശക്തി കിട്ടി. രണ്ടാമത്, എന്നോട് എതിർക്കുന്നവരെ എന്ത് ചെയ്തിരിക്കുകയാണ്? എന്നോട് എതിർത്തവരെ എനിക്ക് കീഴാക്കി തന്നിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ചിലരൊക്കെ എതിർത്തിട്ടുണ്ട് അല്ലേ? ചിലർക്ക് നിങ്ങളോട് വെറുതെ പ്രശ്നങ്ങൾ നിങ്ങൾക്കെതിരെ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങളെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചവരുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കതിനെ കീഴാക്കി തരുന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. അതിനെ കീഴാക്കി തരും. ആമേൻ. നിങ്ങളോട് എതിർത്തവരെ നിങ്ങളുടെ മുൻപിൽ കീഴാക്കി തന്നു ദൈവം അതിൻ്റെ സന്നിധിയിൽ നിങ്ങൾ യുദ്ധം ജയിച്ച് പുറത്തു വരും, ജയാളിയായിട്ട് പുറത്തു വരും. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയാളിയായി പുറത്തു വരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനാട് നന്ദി. എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ്.